ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാൻ വേറൊരു ഒരു ചോദ്യം. സാറിൻ്റെ ഈ സാഹിത്യ രചനകളെ പറ്റി പലരും പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയത് ഒന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വി ഗീതയുടെ വൃശ്ചികപ്പുറം എന്നുള്ള പുസ്തകം. അത് ആ പുസ്തകത്തിനെ കുറിച്ചിട്ട് എനിക്ക് എൻ്റേത് എന്നുള്ള രീതി ഇല്ലാതെ വളരെ നിഷ്പക്ഷമായിട്ട് എനിക്ക് അത് വിലയിരുത്താൻ പറ്റും. എന്നെ കുറിച്ചുള്ള പുസ്തകം സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അതല്ലാതെ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് മറ്റൊരു എഴുത്തുകാരി എഴുതാവുന്നതിൽ വെച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അത് എന്നുള്ള നിസ്സംശയം പറയാം. കാരണം അതിൻ്റെ പിറകിൽ ഒരു എഫർട്ട് ഉണ്ട് എന്നുള്ള വാസ്തവം. എല്ലാ ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളുടെ പിറകിലും ഒരു വലിയൊരു എഫർട്ടുണ്ട്, വലിയൊരു പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തിനല്ലാതെ നമ്മൾ ഒരു എഴുത്തുകാരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു വായനക്കാരൻ, ഒരു അനുവാചകൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എഴുത്തിൻ്റെ സന്തോഷം മാത്രമല്ല, അത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും കൊളുത്തുന്നുണ്ടോ? അത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു വലിയൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ധനാത്മകമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നുണ്ടോ? ആ ധനാത്മകമായ ഫലം ഉണ്ടാക്കുമ്പോഴാണ് ഈ ഈ വായനക്കാരിക്കും അല്ലെങ്കിൽ എഴുത്തുകാരനും തമ്മിൽ വലിയൊരു അഭേദ്യമായ ബന്ധം ഉണ്ടാകുന്നത്. ആ ഒരു ബന്ധം എങ്ങനെയോ ഗീതയുടെ കഴിഞ്ഞ ഈ 3-4 കൊല്ലങ്ങളല്ല, കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടെന്ന് കൂടി പറയാം, 10-12 കൊല്ലങ്ങൾക്കായിട്ട് ഞാൻ എഴുതുന്നതും അതേപോലെ തന്നെ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അതിനെ പ്രതികരിക്കാൻ സന്നദ്ധയാവും ചെയ്യുന്നൊരു മനസ്സുണ്ട്. അതിപ്പോൾ വായിക്കൽ ഈ പുസ്തകം കാണുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ടോ നേരമുള്ളൂ. പക്ഷെ അതിന് പിറകിൽ ഈ അഗാധമായിട്ടുള്ളൊരു ജൈവ ബന്ധമുണ്ട്. ആ ജൈവ ബന്ധം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലൊരു കൃതി മലയാളത്തിൽ മാത്രമല്ല മറ്റ് പല ഭാഷകളിലും അങ്ങനെ സംഭവിക്കുന്നത് വളരെ അപൂർവമാണെന്ന് കൂടി പറയും. സംഭവിക്കുന്നില്ല പറയാം. കാരണം അത് ആ ജീവിതത്തിനെ ബാധിച്ചിരുന്നു. എൻ്റെ എഴുത്ത് എന്നുള്ളത് അവരുടെ ചേതനയെ മാത്രമല്ല, അവരുടെ വായനയെ മാത്രമല്ല ബാധിച്ച് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. അപ്പോഴാണ് നമുക്ക് പറഞ്ഞ പോലെ അതൊരു വെളിച്ചമായിരുന്നു. പറഞ്ഞ ആ ബൈബിളിലെ വലിയൊരു വാക്കുണ്ടോ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എടുത്ത് എഴുതിയിരിക്കുന്നു. വലിയൊരു വാചകമാണ്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എടുത്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ പറയാവുന്ന തരത്തിൽ ഒരു അനുഭവം, ആ അനുഭവം സിദ്ധിച്ചുകൊണ്ട് മാത്രമാണ് ഉച്ചയപ്പുരൽ എന്നുള്ള കൃതി വരുന്നത്. അല്ലെങ്കിൽ അത് വരില്ല. അതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തന്നെ അതിശയം, എന്നെ അതിനു മുമ്പ് വായിക്കാത്ത പലരും എൻ്റെ പുസ്തകങ്ങൾ തേടി പിടിക്കുന്നു. അപ്പോൾ അവർക്ക് അത് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അത് റീടോൾഡോ അല്ലെങ്കിൽ ക്രിറ്റിസിസം റീടോൾഡ് എന്നുള്ളതൊക്കെ പറയുന്നതല്ല. അത് പറയുന്നതിൽ അത് ഗീതയുടേതായിട്ടുള്ള ഒരു സംവേദന ക്ഷമതയുണ്ട്, അല്ലെങ്കിൽ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കണമെന്ന ഉത്കടമായ വാഞ്ചയുണ്ട്. ആ വാഞ്ച ഉണ്ടെന്ന് എവറിത്തിങ് അത് മെയ്ഡ് ഡിഫറെൻറ്റ്. അതുവരെ വായിച്ചത് ഇത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളത് മാറിയിട്ട് ഇത് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പം നാളത്തെ അവാർഡ് പോലും അങ്ങനെയുള്ളൊരു ഫലമാണെന്ന് എനിക്ക് യാതൊരു ലജ്ജയില്ലാതെ പറയാം. നാളത്തെ അവാർഡ് പോലും അത് പലരും, എന്നിൽ തൽപരല്ലാത്ത പലരും ഈ വൃശ്ചികപ്പുരലുകൊണ്ട് മാത്രം അതിലേക്ക് ഉത്സുകരായി ഭവിച്ചു എന്നുള്ളതാ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വിനീതമായിട്ട് പറയാവുന്നൊരു സംഗതി. അങ്ങനെയുള്ള കൃതികൾ മലയാളത്തിൽ ഉണ്ടാവും. മലയാളത്തിൽ ഏത് ഭാഷയിലും, ഇന്ത്യൻ ഭാഷയിൽ തന്നെ വളരെ അപൂർവമാണ്. മാത്രമല്ല അതിൽ ഒരു വൈവിധ്യമുണ്ട് എൻ്റെ എഴുത്തിൽ എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. അല്ലെങ്കിൽ ആരും ഇപ്പോൾ സ്വയം അത് പറയുന്നതല്ല. കാരണം കുറേ യാത്രകളുണ്ട്, കുറേ ആത്മചോദനകളുണ്ട്, കുറേ സാഹിത്യമുണ്ട്. ഇതെല്ലാറ്റിനെയും കൂടി കോർത്തിണക്കിയിട്ട് വൃശ്ചികപ്പുരൽ ഉണ്ടാക്കിയിരുന്നത്. അത് വായിച്ചാൽ എവിടെയും നമുക്ക് ഇതൊരു ഡിസ്ജോയിന്റഡ് ആണോ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലല്ലോ എന്ന് തോന്നുകയില്ല. അത് വായിച്ച പലരും, എന്നെ അറിയാവുന്ന ഗീതയെ അറിയാത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വല്ലാതെ ഇത് കോർത്തിണക്കിയിട്ടുണ്ടല്ലോ എല്ലാം കൂടി. ഈ 10 സാറിൻ്റെ പുസ്തകങ്ങളിൽ യാത്രയുടെ അംശങ്ങളുണ്ട്, അല്ലെങ്കിൽ ആത്മാന്വേഷണത്തിൻ്റെ അംശമുണ്ട്, സാഹിത്യത്തിൻ്റെ അംശമുണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ അംശമുണ്ട്. ഇതെല്ലാത്തിനെയും കോർത്തിണക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു. ആ തരത്തിൽ അത് അവർ വായിച്ചിരിക്കുന്നത്, ആ തരത്തിൽ അത് അവരുടെ ജീവിതത്തിനെ സ്വാധീനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാത്രമല്ല എന്നോടൊപ്പം യാത്ര ചെയ്യാൻ കൂടി അവർ സന്നദ്ധരായി എന്നുള്ളതാ കാര്യം. മറ്റിപ്പോൾ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് മറ്റൊരാൾ എഴുതുമ്പോൾ ആ എഴുത്തുകാരൻ യാത്രികനാണോ എന്നുള്ള രീതി ആലോചിക്കില്ല. യാത്രികനും സാഹിത്യത്തിൽ സംബന്ധിക്കുന്ന ആളുമായിട്ട് അധികം ആൾക്കാരില്ല നമ്മുടെ സാഹിത്യത്തിൽ. വിമർശകൻ ഒട്ടുമില്ല. വിമർശകരിൽ യാത്ര ചെയ്യുന്നവർ തന്നെ വളരെ ചുരുക്കമാണ്. എസ്.കെ. പൊറ്റക്കാട് വിമർശനമല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവലും എസ്.കെ. പൊറ്റക്കാടിൻ്റെ ജീവിതവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരാൾ ഒരു സാധനം ഇതേപോലെ ഒരു ബയോഗ്രഫി എഴുതണമെങ്കിൽ അത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
അല്ല മറ്റേ തകഴിയൊന്നും യാത്ര ചെയ്തിട്ടില്ല. എന്തിനും ഒ വിജയൻ പോലും യാത്ര ചെയ്തിട്ടില്ല. ആനന്ദിന്റെ യാത്രകൾ മുഴുവൻ ഔദ്യോഗികമായിട്ടുള്ള സംഗതിയായിരുന്നു. അപ്പോൾ അല്ലാതെ ഒരു ഇതേപോലെ വളരെ ഉത്സാഹിയായിട്ട് യാത്ര ചെയ്യുന്ന ആളും ഉത്സാഹിയായിട്ട് സാഹിത്യം എഴുതുന്ന ആളും ഈ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാള് അവർ സ്വയം ഒരു യാത്രിക കൂടി ആകുമ്പോൾ ഇതിൽ കൂടിയിട്ടുള്ള അവർക്ക് പുതിയ ഒരു ഹൊറൈസൺസ്, പുതിയ ചക്രവാളങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചക്രവാളങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഫലം കൂടിയാണ് താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ പൊരുള്. കാരണം ഞാൻ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും വായിക്കാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് താങ്കളോട് വല്ലാത്തൊരു അടുപ്പം പറഞ്ഞ പോലെ. കാരണം നമ്മള് നന്നായിട്ട് അറിയാം അടുപ്പം എന്താണ് അതിന്റെ ഓരോ സമീപിച്ചിരിക്കുന്നത്, എത്രമാത്രം ആഴമുണ്ട് ഓരോ വരിയിൽ എന്നുള്ളത് താങ്കൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം എഡിറ്റിംഗ് എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. എല്ലാ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസും ചിലപ്പോൾ കൂടി നിങ്ങൾക്ക് വായിച്ചിട്ട് പോയിട്ടുണ്ടാവും. എത്രമാത്രം വാല്യുബിൾ ആണ് ആ ഒരു കൃതി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയ ഒരാളെ ചിലപ്പോൾ താങ്കൾ തന്നെ ആയിരിക്കും. ഈ മറ്റൊരു ചോദ്യം, അത് ഈ ഖസാക്കുമായിട്ട് അല്ലെ ഒ വിജയനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഖസാക്കിൻ്റെ നിരൂപണത്തിലൂടെയാണ് താങ്കൾ ഒരു നിരൂപണ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന് പറയാവുന്ന ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് തീർച്ചയായിട്ടും ഒ വിജയൻ്റെ മധുരം കായതിയിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും വ്യത്യാസമാണ്. അതെ, ഖസാക്കിന് വ്യത്യാസമാണ്, ധർമ്മപുരാണം വ്യത്യാസമാണ്, ഗുരുസാഗരം വ്യത്യാസമാണ്, മധുരങ്കായതി വ്യത്യാസമാണ്, പ്രവാചകന്റെ വഴി അതിലും വ്യത്യാസമാണ്. തലമുറകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ളൊരു നോവലാണ്. ഖസാക്കിൻ്റെ ചില പൊടിപ്പുകൾ മധുരങ്കായതിയിൽ വായിച്ചെടുക്കാൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്നും വിശദമായിട്ട് മധുരങ്കായതി എന്നുള്ള അതിൻ്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ അതിന് ഉദ്ഭുതമായിരിക്കണം. കാരണം പരിസ്ഥിതി വളരെ ബന്ധപ്പെട്ട ഒരു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് പരാഗകോശങ്ങൾ എന്നുള്ള ലേഖനം മധുരങ്കായതിയെ കുറിച്ചിട്ടാണ്. മധുരങ്കായതിയെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഈ സുകന്യയുടെയും ആൽമരത്തിൻ്റെയും കഥ വന്നതും 2 അർദ്ധ ഭൂഖണ്ഡങ്ങളും അതിൽ വരുന്ന ശാസ്ത്രത്തിൻ്റെ ചില വേദനകൾ എന്താണ്, ശാസ്ത്രത്തിൻ്റെ വളരെ വളരെ കടുത്ത പരിമിതികൾ എന്താണ് എന്നൊക്കെ വിജയൻ സങ്കല്പനം ചെയ്ത ഒരു വലിയൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ചലച്ചിത്രകാരനായിട്ടുള്ള സ്റ്റീഫൻ, അദ്ദേഹം ജുറാസിക് പാർക്ക് എടുത്തത്, ഒരു അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മധുരങ്കായതിയായിരുന്നു. അതിനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി വിജയനെ സമ്മതിക്കുമല്ലേ എന്നുള്ള കാര്യം നമുക്കിപ്പോഴൊന്നും അറിയില്ല. അന്നും ചിലപ്പോൾ സമ്മതിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവനയെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി ഈ തന്നെയായിരുന്നു, മധുരങ്കായതിയായിരുന്നു. അത് തന്നെ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാം. ആഴം മാത്രമല്ല, അതിൻ്റെ ഒരു കേവലം നാഷണലിനോ ഇൻ്റർനാഷണലിനോ എന്ന് പറയാവുന്നതല്ല അതിൻ്റെ സാങ്കത്യം. അത് ഈ ഭൂമിയെ ഈ ഭൂമി എന്നുള്ള ജൈവഗോളത്തിനെ ഒട്ടാകെ സംബന്ധിക്കുന്ന തരത്തിൽ, ആ തരത്തിലൊരു രചന ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ ഇല്ല. മധുരങ്കായതി എന്നുള്ള ആ ഒരു ടൈറ്റിലും അതേസമയത്ത് തന്നെ ഏറ്റവും ആർഷമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ആർഷമായിട്ടുള്ള ഇതിൽ നിന്ന് തന്നെ മധുരങ്കായതി എന്നുള്ള ടൈറ്റിൽ ഊറി വരുന്നത്. ഗുരുസാഗരത്തിന് ശേഷം ഏറ്റവും സ്വാഭാവികമായിട്ട് ഈ ധർമ്മപുരാണത്തിന് ശേഷം ഗുരുസാഗരം എഴുതിയ തന്നെ വിജയൻ്റെ ഒരു പശ്ചാത്താപ സജ്ജമായിട്ടുള്ള ചേതനയാണ്. കാരണം അത്രയധികം മലീമസമായിട്ട് ആ ധർമ്മപുരാണം എഴുതേണ്ടി വന്നത്, അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത ഒരു സ്കാറ്റോളജിക്കൽ ഫങ്ഷൻ അല്ല അത്. ആ തീട്ടം കൊണ്ടുള്ള ആറാട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു കാലഘട്ടം മുഴുവൻ. അത് എഴുതിയതിൻ്റെ ഒരു കാലുഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ രണ്ടിരുന്നു. ഇതൊന്നും ഞാൻ വളരെ സ്വാത്വികമായിട്ടുള്ളൊരു കൃതി ഞാൻ എഴുതാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഗുരുസാഗരത്തേക്കുള്ള ചുവടുവയ്പ്, ആ സ്വാത്വികതയിൽ നിന്നും അപ്പുറം പോകുന്ന ആ സ്വാത്വികത എന്തുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിക്കുന്നതായിക്കോട്ടെ, ഈ ഭൂമി എന്നുള്ള ഒരൊറ്റ ഗോളേ ഉള്ളൂ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ തന്നെ, ഈ സോളാർ വ്യൂവിൽ സോളാർ സർക്കിളിൽ പറയാൻ ഭൂമി എന്നുള്ള ഒരൊറ്റ ജൈവഗോളം നമുക്ക് പറയാനുള്ളൂ. മറ്റൊരു സിസ്റ്റം ഇല്ല അതിൽ. മറ്റേ പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ സൗരയൂഥങ്ങളുണ്ട്, സോളാർ സിസ്റ്റങ്ങളുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇതുവരെയും എവിടെയും കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഈ ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും, മൗലികത എന്ന് പറഞ്ഞാൽ മൗലികത ഒന്നും മൗലികമല്ല എന്നൊക്കെ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിലും ഭൂമി മൗലികമാണ്. ഒരു എഴുത്തും മൗലികമല്ല, സംഗീതവും മൗലികമല്ല, നൃത്തവും മൗലികമല്ല. പക്ഷേ ഭൂമി എന്നുള്ള ഗോളം മൗലികമാണ്. അത് അതേപോലെ മറ്റൊരു ഗോളം ഇല്ല. ഒരുപാട് സൗരയൂഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇതുപോലെ ഇവിടെ ജീവൻ്റെ അദ്ഭുത നടനം മറ്റെവിടെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു?
വലിയൊരു ഉത്കണ്ഠയാണ്. അതുകൊണ്ടാണ് ഈ മധുരം കായതി പോലെ ഇത്രയധികം പാരിസ്ഥിതിക ബന്ധിയായിട്ടുള്ള പാരിസ്ഥിതിക ഗുരുത്വമാർന്ന ഒരു കൃതി ഈ ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അതിൽ കേവലം വ്യക്തികളല്ല അതുള്ളത്, ഒരു ശാസ്ത്രജ്ഞനൊക്കെ ഉള്ളത്. ശാസ്ത്രജ്ഞൻ ചില മതാന്ധനായ ആൾക്കാരെ പോലെ തന്നെ ശാസ്ത്രജ്ഞൻ, കാരണം ശാസ്ത്രം കൊണ്ട് അന്ധനായി തീർന്ന ആളാണ്. മതം കൊണ്ട് അന്ധനായി തീർന്ന കാര്യം നമ്മൾ മിഡിൽ ഏജസിലോ അല്ലെങ്കിൽ മെഡീവൽ ടൈംസിലൊക്കെ മനസ്സിലാക്കിയിട്ടത്. പക്ഷേ ശാസ്ത്രം കൊണ്ട് എല്ലാം ശാസ്ത്രത്തിൽ നിന്ന് നിവർത്തിക്കാൻ പറ്റുന്നുള്ള ഒരു തരത്തിൽ ഒരു അപ്രബുദ്ധത എന്ന് കൂടി പറയാം, പ്രബുദ്ധതയല്ല അപ്രബുദ്ധത, അത് ബാധിച്ചൊരു ശാസ്ത്രജ്ഞനാണ് അതിൽ. അപ്പം അതുകൊണ്ട് അത് മുഴുവൻ മനുഷ്യരാശിക്കുള്ള വലിയൊരു വാണിംഗാണ്, വലിയൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാം കണ്ണടച്ചിട്ട് ഇതിൻ്റെ വഴി തന്നെ പോയാൽ നമുക്ക് നമ്മളെ സ്വയം വീണ്ടെടുക്കാൻ പറ്റാത്ത ബിയോണ്ട് റിഡംഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ്. ഈ തർക്കോസ്കെ മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ജുറാസിക് പാർക്കിനെ പറഞ്ഞ പോലെ ഈ തർക്കോസ്കി മാത്രമേ ഈ പറഞ്ഞ പോലെ അതീതമായിട്ട് എന്തെങ്കിലും ഉണ്ട് മനുഷ്യ ജീവിതത്തിനെ ചൂഴ്ന്നിട്ട് എന്നുള്ള ഒരു ബോധ്യമുള്ളൂ. അദ്ദേഹത്തിന് സ്ട്രാക്കർ എന്നുള്ള ഒരു ഇതിലൊക്കെ അങ്ങനെയുള്ളൊരു കഥാപാത്രമുണ്ട്. ഈശ്വരനെ തേടുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ജഗത് ശക്തിയെ തേടുന്ന മനുഷ്യൻ. ഈശ്വരൻ വെച്ചാൽ മതാത്മകമല്ല, മതാതീതമായിട്ടുള്ള ഈശ്വരനെ ആ ഒരു വലിയൊരു ചിത്ശക്തിന്നോ ജഗത് ശക്തിന്നോ എന്നൊക്കെ പറഞ്ഞ പോലെ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് നമ്മുടെ ഇതിൽ തന്നെ പറയുന്നത്, നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന കോസ്മിക് കോൺഷ്യസ്നെസ്, അതിനെ തേടുന്ന മനുഷ്യൻ, അതാണ് പലതിനെയും നിയന്ത്രിക്കുന്നതെന്നോ പലതിനെയും വിധാനം ചെയ്യുന്നത് എന്നുള്ള ബോധ്യമുള്ള ആ എഴുത്തുകാരൻ. അതാണ് അണ്ടർലൈയിങ് ആയിട്ടുള്ള ആ ഒരു മധുരം കായതിയുടെ വലിയൊരു എസൻസ് പറയാവുന്നത്. അതുകൊണ്ട് ആ വിജയൻ്റെ കൃതികളിൽ നിന്നിട്ട് ഏറ്റവും വേറിട്ട് നിൽക്കുന്നത് ഈ മധുരം കായതിയാണ് എന്ന് വേണ്ടി പറയാം. എനിക്ക് ഖസാക്കും മധുരം കായതിയും അതുപോലെ സാറിൻ്റെ ഈ പരിസ്ഥിതി സംബന്ധമായിട്ട് പരിസ്ഥിതി നിരൂപണത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഒക്കെ തോന്നുന്നത് OV വിജയനും ആശാമേനോനും ഈ പരിസ്ഥിതിയുടെ കാര്യത്തിൽ എവിടെയോ കൺവേർജ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് വലിയൊരു കൺവർജൻസ് തന്നെയാണ്. ഖസാക്കിലെ രവിയും അപ്പുക്കിളിയും മൈമുനിയും മറ്റേ എന്താണ് അവിടുത്തെ പണ്ടാരങ്ങളും മാത്രമല്ല ഉള്ളത്, കാലിയാറ്, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഉള്ളത്, അതിൽ ജീവജാലങ്ങളും ഉണ്ട്, അതിൽ വലിയൊരു സചേതനത്വം ഉണ്ട് എന്ന്, മനുഷ്യനല്ലാത്ത സചേതനത്വം ഉണ്ട് എന്ന് വായിച്ചവരിലധികം ഇല്ല. ഞാൻ എന്നെപ്പോലെ വായിച്ചവരിലധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഖസാക്കിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്നുള്ള രീതിയിൽ വായിച്ചു NS മാധവൻ, അത് ശരിയാണ്. പക്ഷേ അപ്പോഴും അതിലത്തെ ജീവികളെ കുറിച്ചിട്ട് അദ്ദേഹം തീർത്തും അജ്ഞനായിരുന്നു. ചൂട്ട് കത്തിച്ച പറഞ്ഞല്ലേ, അതിനെ ബഹിരാകാശ കപ്പലുകളോടുകൂടെ അദ്ദേഹം ഇതാക്കുന്നത്, ചൂട്ട് മിന്നിച്ച പിന്നെ വെളിച്ചത്തിനെ ബഹിരാകാശ കപ്പലുമായിട്ടാണ് അന്വയിക്കുന്നത്. അല്ലെങ്കിൽ നെറ്റിയിൽ ചൂട്ടുള്ള മത്സ്യം, പേന്, എട്ടുകാലി, അങ്ങനെയുള്ള ഈ ജന്തുക്കളൊക്കെ ഖസാക്കിൽ സന്നിഹിതമാണ്. ഓൾ ഓഫ് ദം ആർ പ്രസൻറ്റ്. അത് വലിയ മനുഷ്യരാശി പറഞ്ഞ പോലെ എല്ലാവരും മനുഷ്യരാശിക്ക് അവരവരുടെ ദുഃഖങ്ങളുണ്ട്. ഇപ്പോൾ വെട്ടുകാലിക്ക് മൈമിനെ പോലെയുള്ള ദുഃഖങ്ങളില്ല, അല്ലെങ്കിൽ ആബിദയെ പോലെയുള്ള ദുഃഖങ്ങളില്ല. അത് വേറൊരു സംഗതി. കാരണം അങ്ങനെ ദുഃഖിക്കാനായിരുന്നു എട്ടുകാലിക്ക് ചേതനയില്ല. പക്ഷേ എട്ടുകാലിയും പേനിന് ആത്മാവുണ്ടോ എന്ന് അതിന് മുമ്പ് ചോദിച്ചിട്ടില്ല ഒരു പെൺകുട്ടി. അത് ഈ രണ്ട് ജീവബിന്ദുക്കൾ അതുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാവരും എടുത്ത് പറയുന്നത് രണ്ട് ജീവബിന്ദുക്കൾ. പക്ഷെ അത് പിന്നെയും പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അപ്പോഴും ഈ എട്ടുകാലിയും ഓന്തിനെയും ഓന്ത് കത്തിച്ചിട്ട്, വാല് കത്തിച്ചിട്ട് അത് പ്രേതാത്മാവായിട്ട് മാറ്റുന്ന ഒരു മാസ്മരികത, അത് അദ്ദേഹത്തിന് പോലും, വിവേകാനന്ദയുടെ ദൂരദർശൻ മാർക്കസിന് പോലും അത് സാധിച്ചിട്ടില്ല. കാരണം മാർക്കസ് അങ്ങനെയുള്ളൊരു സ്ഥലത്തല്ല വാണത്. അപ്പോൾ അതേപോലെ അതെല്ലാം എവറിത്തിങ് ഈസ് ടേക്കൻ ഇൻ ടു അക്കൗണ്ട്. അത് അബോധമായിട്ട് വിജയൻ അന്ന് ഇക്കോളജിക്കൽ വിസ്ഡം എന്നോ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അവയർനെസ് എന്താണെന്നുള്ള കാര്യത്തിന് എനിക്ക് പറഞ്ഞു വരില്ല. കാരണം 56 അദ്ദേഹം എഴുതുന്നത്. പിന്നെ 62 മറ്റേ ഇതന്നെ എഴുതുന്നത്, സൈലന്റ് സ്പ്രിംഗ് എഴുതുന്നത് 62 മറ്റാണ്. അപ്പോൾ പക്ഷേ വിജയൻ അബോധമായിട്ട് ഇതിനെ ഓരോന്നിനെ ചാർച്ച കണ്ടെത്തിയെന്നത്. അതാണല്ലോ നമുക്ക് പറഞ്ഞ് പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിൻ്റെ വലിയൊരു ക്രാന്തദർശിത്വം എന്നൊക്കെ പറയുന്നത്, അപാരതയിലേക്ക് കാണുന്നത്, അന്ധനും അകലങ്ങൾ കാണുന്നവനെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിൽ. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ മറ്റേ ഗുരു മന്ദിരത്തിൽ പോയതും അല്ലെങ്കിൽ കരുണാകര ഗുരുവിനെ അദ്ദേഹം ഒരിക്കലും അതിനോടുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. പലരും കരുതുന്ന പോലെ ഒരിക്കലും ആ ആശ്രമമായിട്ട് അദ്ദേഹം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും എന്നോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ആശ്രമം
അതെന്താ ശ്രീ, എനിക്കറിയില്ല. കാരണം ഞാൻ ജെ കെയുടെ ആശ്രമത്തിൽ ഒരുപാട് പോയിട്ടുണ്ട്, ജെ കെയുടെ ലെക്ചേഴ്സ് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു താൽക്കാലികമായിട്ട് ചില ഉദ്ബുദ്ധത. ഈ കരുണാകര ഗുരുവിനെ പറ്റിയുള്ളൊരു പുസ്തകം അദ്ദേഹം ചെറുതോർന്ന് എഴുതിയാണ്, സമുദ്രത്തിലേക്ക് ആ വഴിതെറ്റി വന്ന വഴിതെറ്റി വന്ന പരൽമീൻ. അപ്പോഴും അത് അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട്. ആ ആ ആശ്രമത്തിലോ അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ മറ്റു കാര്യങ്ങളോ ആയിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം തന്നിൽ എന്ത് ഇവോക്ക് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം തന്നിൽ എൻവോക്ക് ചെയ്തു, തന്നിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ബ്ലോക്ക്, അല്ലെങ്കിൽ തന്നിൽ ഉണ്ടായിരുന്ന ഒരു വിലക്ക് എങ്ങനെ അദ്ദേഹം മാറ്റി തീർത്തു എന്നുള്ളതിനെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതാണ് എളിമ. സമുദ്രത്തിലേക്ക് വഴിതിരുന്നത്. കാരണം ഇപ്പോൾ കരുണാകരഗുരു സമുദ്രമായിരുന്നു, വിജയൻ ഒരു മീനാണെങ്കിൽ കരുണാകരഗുരു സമുദ്രമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അതാണ് അദ്ദേഹത്തിലേക്ക് എഴുത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം അദ്ദേഹത്തിലേക്ക് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നു. ധർമ്മപുരാണം എഴുതിയതിന് ശേഷം വലിയൊരു അദ്ദേഹത്തെ സ്തംഭനാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേതന വലിയൊരു സ്തംഭനാവസ്ഥയിലായിരുന്നു. പക്ഷേ അവിടുന്ന് അദ്ദേഹം ഗുരുസാഗരവും മധുരംകായതയും പ്രവാചകൻ്റെ വഴിയും, പഞ്ചാബിലെ ഒരാൾക്ക് പ്രവാചകൻ്റെ വഴി പോലെ ഒരാളെ എഴുതാൻ പറ്റില്ല. സുർജിത് സിംഗിനെ പോലെ ഒരാൾക്ക് പറ്റില്ല. അമൃതാപ്രയത്തിൽ നിന്നും അത് എവിടേക്കും എത്തി പറ്റില്ല. ഗുരു ഗ്രന്ഥ സാഹിബിനെ കുറിച്ചിട്ട് ഇത്രയും ആർജവത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ സിയാപ്പ എന്നുള്ള അവരുടെ ആ സാമൂഹികമായിട്ടുള്ള വലിയൊരു ആചാരത്തിനെ കുറിച്ചിട്ട് ഒരു കാര്യക്കും എഴുതാനും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. പഞ്ചാബിൽ ഒരിക്കൽ പോലും അറിയാതെ പോലും പോവാത്ത വിജയന് വേണ്ടി വന്നു ഒരു മലയാളിക്ക് എഴുതാൻ സാധിച്ചുള്ളൂ. അത് വലിയൊരു മനസ്സാണത്. അതുകൊണ്ട് പ്രവാചകൻ്റെ വഴി മറ്റേ അദ്ദേഹത്തിന് ഒന്നൊന്നിൽ നിന്നും വിഭിന്നമാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സംഗതി മുഴുവൻ മൂർത്തീഭവിക്കുന്നത് പ്രവാചകൻ്റെ വഴിയിലാണ്. അതിൽ എന്തുകൊണ്ട് ഈ സിഖുകാരും അല്ലെങ്കിൽ ജൂതന്മാരും അവരെ ഒരേപോലെ തന്നെ നമ്മുടെ കരുണ അല്ലെങ്കിൽ നമ്മുടെ അനുകമ്പ അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ആ രീതിയിലത് വായിക്കപ്പെടേണ്ടത്. പലരും അത് വായിക്കുന്നില്ല. ഗുരുസാഗരം വായിച്ചതോടുകൂടി വിജയൻ ആശ്രമത്തിലേക്ക് എത്തി, ഇനിയൊന്നും തീർന്നു എന്നുള്ള രീതിയിൽ അത് ഗ്രാഫ് താഴോട്ട് വന്നു എന്ന് പറഞ്ഞ ബുദ്ധിജീവികളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കുക. തലമുറകൾ തിയഡോറിൻ്റെ കഥ വായിച്ചാൽ, തലമുറകൾ വായിച്ച ടൈഫൂൺ എന്നൊക്കെയുള്ള ടൈഫൂൺ ഏഞ്ചല എന്നൊക്കെ വലിയൊരു പ്രതിഭാസത്തിനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഖസാക്കിൽ അവതരിപ്പിച്ച കർക്കിടക മഴ പോലെ, ഖസാക്കിൽ അവതരിപ്പിച്ച കർക്കിടക ആരോഹണമില്ല അവരോഹണമില്ലാതെ നിന്ന് പെയ്തു എന്ന് പറയുന്ന പോലെയാണ് ടൈഫൂൺ ഏഞ്ചലെ കുറിച്ചിട്ട് തലമുറകളിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിലെ പ്രതിഭാസത്തിനെ മുഴുവനും മറ്റാരും അതിനെക്കുറിച്ച് അങ്ങനെ വർണ്ണിച്ചിട്ടില്ല. അമേരിക്കയിലെ ഒരു എഴുത്തുകാരനും അത് കണ്ടിട്ടില്ല ടൈഫൂൺ ഏഞ്ചൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് മുഴുവൻ ഇതൊക്കെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ ഭൂമി പോലുള്ള ഒരു ഗോളത്തിൽ മാത്രം ഉളവാകുന്ന ചില ഫിനോമിനയാണ്. ആ ഫിനോമിന വിജയൻ മനസ്സിലാക്കുന്നു, വിജയൻ ഉൾക്കൊള്ളുന്നു. വിജയൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു മനസ്സോ ശരീരത്തോടു കൂടിയിട്ട്, എന്നാലോ ഏറ്റവും സജീവമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട്, എത്രത്തോളം ദൗർബല്യം അദ്ദേഹത്തിൻ്റെ ഈ അംഗങ്ങൾക്കുണ്ടായിരുന്നോ അത്രയും അതിനിരട്ടി സജീവത്വം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. അതുകൊണ്ട് ഇത് സജീവത്വം മാത്രമല്ല, വലിയ ഒരു ഇൻറ്റ്യൂറ്റീവ് എന്നുള്ളത്, ഏറ്റവും അനുഭൂത്യാത്മകമായിട്ടുള്ളൊരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും അത് വായിച്ചിട്ടില്ല. എന്നാലും ഉപനിഷത്തിൻ്റെ ദർശനം മുഴുവൻ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അത് ഉപനിഷത്തുകൾ ഓരോന്നോരോന്നും എടുത്ത് വായിച്ചിട്ടല്ല, പക്ഷെ അല്ലാതെ തന്നെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് അദ്ദേഹം അതിലേക്ക് ഉന്മുഖനായിരുന്നു. അദ്ദേഹം വഴിതെറ്റി വീണതല്ല മത്സ്യം, വഴി അറിഞ്ഞ് വീണതെന്ന് കൂടി ഞാൻ പറയും. അതിനെ വേണമെങ്കിൽ ഞാൻ തിരുത്തും. സമുദ്രത്തിലേക്ക് തെറ്റി വീണ മത്സ്യം എന്നുള്ളത് സമുദ്രത്തിലേക്ക് വഴി അറിഞ്ഞ് വീണ മത്സ്യം എന്നും കൂടി ഞാൻ തിരുത്താൻ ധൈര്യവാനാണ്. ഇപ്പോൾ ഈ ഖസാക്കിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പം ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ NS മാധവൻ ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത്, ഇപ്പം ഗീതയുടെ വൃശ്ചികപ്പൊരുൾ വായിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ പുസ്തകങ്ങളുടെ ഏതാണ്ട് സമഗ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് സാറിൻ്റെ ഒരു നിലപാട്, പ്രത്യേകിച്ചും ഒരു ആത്മീയതയിലേക്കുള്ള ഒരു താല്പര്യം അതിൽ പ്രകടമാണ്. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുകയെന്നല്ല, ഈ പുസ്തകം വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്കവിടെ ഒരു അഭാവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും. സാറിൻ്റെ ഒരു രചനയിലും ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാർട്ടി പൊളിറ്റിക്സ് അല്ല, രാഷ്ട്രീയം എന്നുള്ള മറ്റേ അർത്ഥത്തിൽ, വിപുലമായ അർത്ഥത്തിലുള്ള രാഷ്ട്രീയം ഇതുവരെ കടന്നു വരാതിരിക്കാനുള്ളൊരു കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഖസാക്കിൽ രാഷ്ട്രീയമുണ്ട്, ഈ ഖസൻ സാഖ്യത്തിൽ രാഷ്ട്രീയമുണ്ട്. അങ്ങനെയൊക്കെ അതിനെയൊക്കെ പഠിക്കുമ്പോൾ പോലും മറ്റേ വശം കൂടുതൽ ശ്രദ്ധിക്കാനും ഈ രാഷ്ട്രീയം ഉപേക്ഷിക്കാനും ഉള്ളൊരു കാരണം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഈ ഇതിൽ കലിയുഗാരണ്യങ്ങളിൽ ഇരുണ്ട സ്വരകാവ്യങ്ങൾ എന്നുള്ളൊരു ലേഖനമുണ്ട്.
ഇരുണ്ട ഡാർക്ക് ടോൺ പോയംസ് എന്നുള്ളതിൻ്റെ ഒരു മലയാള വിവർത്തനമാണ് ഇരുണ്ട സ്വരകാവ്യങ്ങൾ. അതിൽ ഈ ഇതിൻ്റെ മെഫിസ്റ്റോഫെലിസിൻ്റെ കാര്യങ്ങളും മെഫിസ്റ്റോഫെലിസിൻ്റെ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ തിന്മ അതിനായിട്ട് പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ള നിലയ്ക്കല്ലാതെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ശക്തി എന്നുള്ള തിന്മയായിട്ടുള്ള ഇടപാടുകൾ മനുഷ്യന് എത്രമാത്രം അത് സഹായിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഇവോൾവ് ചെയ്യുന്നതിനെ എത്രമാത്രം തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ എത്രമാത്രം പ്രചോദിപ്പിക്കുന്നുള്ള രീതിയിലൊരു അന്വേഷണമാണ് അത്. അദ്ദേഹത്തിൻ്റെ തോമസ് മാനിൻ്റെ ഒരു നോവലാണ് ഡോക്ടർ ഫാസ്റ്റസ് എന്നുള്ള നോവലിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ആ പഠനം മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വെളിച്ചത്തിൻ്റേതല്ലാത്ത ഇരുണ്ട ലോകങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ പോയിൻറ്റഡുമാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അതിലൊരു ഉന്മുഖനാവാൻ തോന്നിയിട്ടില്ല. ഇപ്പോൾ വായിക്കുന്നപ്പോൾ ഖസാക്കിനെ മാർക്കസ് ഓറിയത്തിൻ്റെ ഇവരെ കുറിച്ചിട്ട് 100 Years of Solitude എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയ 2 ലേഖനങ്ങളാണ് ഞാൻ എഴുതിയത്. ഒന്ന് സ്വപ്നത്തിൻ്റെ ജലഗീതം എന്നുള്ളത്, പിന്നൊന്ന് പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലായിട്ടുള്ള അതിലേക്കുള്ള ഒരു ചെറിയ ശ്രമമാണ്. പക്ഷേ എനിക്ക് സ്വപ്നത്തിൻ്റെ ജലഗീതം എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആനന്ദം മറ്റത് എഴുതുമ്പോൾ ഉണ്ടായിട്ടില്ല. അതാ പ്രതിരോധങ്ങൾ എന്നുള്ള പുസ്തകത്തിലാണ് അതുള്ളത്. മറ്റേ ഇതിൻ്റെ അമുഖമായിട്ടും ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മാർക്കസിൻ്റെ പുസ്തകത്തിൽ. അല്ല, അത് ചേർത്ത് സ്വപ്നത്തിൻ്റെ ജലഗീതം അത് എഴുതിയില്ല. എനിക്ക് വലിയ സന്തോഷവും വലിയൊരു തൃപ്തിയും ഈ കാവ്യാത്മകത എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയേതര ധ്വനികൾ എന്നാണ് മാർക്കിസ് രാഷ്ട്രീയേതര ധ്വനികൾ എന്നുള്ള രീതിക്ക് ആ പ്രതിരോധങ്ങൾ ഞാൻ എഴുതുന്നത്. അതിപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള കണ്ടെത്തലാണ്, കൃത്യമായിട്ടുള്ള ഉത്തരവാണ്. രാഷ്ട്രീയേതര ധ്വനികൾ തന്നെ നോൺ പൊളിറ്റിക്കൽ എക്കോസ് എന്നുള്ള രീതിക്കാണ് ഞാനത് എഴുതുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പഠനം, ആദ്യത്തെ സമയത്തുള്ള ഒരു സമീപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആഹ്ലാദം ഇത് എഴുതുമ്പോൾ എന്തുകൊണ്ടും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് ശ്രമിക്കാത്തതും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എഴുതിയ വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയതരത്വം തീർച്ചയായിട്ടും എൻ്റെ കൃതികളിലെ ഒരു അഭാവമാണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിസമ്മതവും ഇല്ല. അത് സമ്മതിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടോ ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഒരു ഇൻബിൽട്ടായിട്ടുള്ളൊരു സംഗതി, ഉന്മുഖതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവണത അങ്ങനെയുള്ളതാണ്. സെൻസിബിലിറ്റി തന്നെ ആ രീതിയിൽ അത് ഈ പരിസ്ഥിതി ആത്മീയതയിലേക്ക് അതിലേക്ക് മാറി നിൽക്കുന്നു. അത് മാറിക്കുന്നു. ഇപ്പോൾ അതിൽ മറ്റേ കലിയുഗാരനയിൽ തന്നെ ഉഷസ്സിൻ്റെ നഗരം എന്നുള്ള സംഗതി ഉണ്ട് അരബിന്ദുവിൻ്റെ കുറിച്ചിട്ട്. അരബിന്ദുവിൻ്റെ ഇപ്പോൾ അത് അങ്ങനെയുള്ള കൃതികൾ ആ ആധുനിക കാലത്തും 1982 പുസ്തകം വരുന്നത്. ആധുനികത കാലത്തും എനിക്ക് ഉഷസ്സിൻ്റെ നഗരം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അരബിന്ദുവിൻ്റെ സാവിത്രി എന്നുള്ള കവിതയെക്കുറിച്ചിട്ടും എഴുതാനുള്ള വലിയൊരു താല്പര്യവും വലിയൊരു പ്രചോദനം ഉണ്ടായത് ഈ ഒരു ഇൻബിൽട്ടായിട്ടുള്ളൊരു സംഗതി ഉണ്ടെന്ന്. അല്ലാതെ അരബിന്ദോ മറ്റേ നമ്മുടെ സ്വാതന്ത്ര്യ ഇതിൽ നായകനായിരുന്നു, അദ്ദേഹം മാറിയിട്ട് അലിപ്പൂർ ജയിലിൽ പോയി എന്നുള്ള രീതിയിൽ എനിക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ഞാനങ്ങനെ കാണുന്നില്ല. ഗാന്ധിജി വന്ന സമയത്ത് അദ്ദേഹം പിൻവാങ്ങി, അതിൽ ചെറിയൊരു ഭീരുത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇടതുപക്ഷക്കാരെ അദ്ദേഹത്തിനെ ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഒരു സഫലമായിട്ടോ അല്ലെങ്കിൽ പ്രസക്തമായിട്ടോ തോന്നുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ ഈ ഫ്യൂച്ചർ പോയട്രിയും ഇത് സാവിത്രിയും എഴുതിയ ഒരു അരബിന്ദോ മാത്രമേ ഉള്ളൂ. അതൊരു സംവേദനത്തിൻ്റെ ഒരു വ്യത്യസ്തത എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അങ്ങനെ എഴുതിയാലും അത് ചിലപ്പോൾ ശരി. ധർമ്മപുരാണത്തിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയത് അങ്ങനെയാണല്ലോ. ജനവീതയത്തെ സ്വപ്നം എന്നുള്ള രീതിയിൽ ധർമ്മപുരാണത്തിനെ കുറിച്ച് എഴുതിയത്. അതിലൂടെ ഈ സ്കാറ്റോളജിയെ കുറിച്ചിട്ട് ഞാൻ ഒരു ചെറിയ വരിയിലല്ലാതെ ചെറിയ ഷെനെ കുറിച്ചിട്ടൊക്കെ ഇത് ചില സൂചനകളുണ്ട്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജനവീതയത്തെ സ്വപ്നം മാത്രമാണ്. ഏറ്റവും രാഷ്ട്രീയ ബദ്ധമായിട്ടുള്ള നോവലിന് ധർമ്മപുരാണം വിജയൻ്റെ. പക്ഷേ ഞാൻ കണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. അത് വേണമെങ്കിൽ പലർക്കും ആക്ഷേപിക്കാം, അയാൾക്കിതേ കാണൂ എന്നുള്ള രീതിക്ക്. പക്ഷേ എനിക്കിതേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നെ അതിലേക്ക് എഴുത്തിലേക്ക് മുൻപരാകുമ്പോൾ അറിയാതെ തന്നെ ഇതന്നെ വരുന്നു. ഇപ്പോൾ ആരും ഈ മാർക്സിസ്റ്റ് രാഷ്ട്രീയതര ധ്വനികൾ കണ്ടിട്ടില്ല. അതെൻ്റെ ലേഖനം പോലും ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയാൽ ആ ഒരു ബാലൻസിങ് ക്രിയാവും. എന്തുകൊണ്ട് ഇതിൻ്റെ ജനവീതീരത്തെ മറ്റേ സ്വപ്നത്തിൻ്റെ ജലഗീതവും മാർക്സിസ്റ്റ് രാഷ്ട്രീയതര ധ്വനികൾ എന്നുള്ള രണ്ടും ഒരേ ഓതറെ കുറിച്ചിട്ട് ഒരേ ഓതർ എഴുതി 2 കാലഘട്ടങ്ങളിലല്ല 5-6 കൊല്ലങ്ങൾക്കിടയിൽ ഈ തരത്തിലുള്ള ഒരു നിലപാട്, അതാണ് അയാളുടെ സ്വന്തം നിലപാട് ഉറപ്പിക്കുകയായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ല, അയാൾ നേരാവില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതും പറയാം. എന്തായാലും വളരെ രസകരമായ ഈ ഒരു സംവാദത്തിന് അവസരം നൽകിയ സാഹിത്യ സഖ്യത്തോടും
ഇതിൽ ഇത് അതിഥിയായി നേരത്തെ കൂട്ടി തയ്യാറാക്കിയതല്ല എന്നുള്ള കൂടിയിട്ടാണ് അതിൻ്റെ വലിയൊരു സംഗതി. അത് ഒരു ചോദ്യത്തിനെ കുറിച്ചിട്ടും എനിക്ക് സൂചന തരരുതെന്ന് ഞാൻ ഗീതയോട് പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കളും അതിന് മുതിർന്നില്ല. കാരണം ഇപ്പം ചോദിക്കുന്നു ഞാൻ ഇപ്പം അറിയുന്നു. ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി മുഴുവൻ ഈ നിമിഷത്തിൻ്റെയാണ്. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ എഴുതി വെച്ച് പലരും ഇൻ്റർവ്യൂവിന് അങ്ങനെ അതൊക്കെ ചോദ്യങ്ങളൊന്ന് പറയണം കേട്ടോ, അങ്ങനെയല്ല. ഇപ്പം ചോദിക്കുന്നു, ഇപ്പോഴില്ല മറുപടി. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂവിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്വാഭാവികതയും. അത് എന്തെങ്കിലും തരത്തിൽ ഒരു അർത്ഥം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ. അതിപ്പോൾ ചോദിച്ചാൽ താങ്കളായതുകൊണ്ട് പറയുന്നത് ഞാനായതുകൊണ്ടും കൂടി ആവാം അങ്ങനെ. കാരണം എൻ്റെ ചില കൃതികൾ ഉച്ചപ്പുറമുള്ള പ്രധാനമായിട്ടും അതിൽ കൂടി ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഇപ്പോൾ എൻ്റെ എഴുത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണ സംഭരിക്കാൻ താങ്കളെ സഹായമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ തരത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നത്. ഇതല്ലാതെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു, പക്ഷെ അല്ല, എല്ലാ ചോദ്യങ്ങളും എന്നെ വളരെ അതെ ഉത്സാഹിയാക്കുള്ളൂ. നമുക്ക് ഈ ഒരു പരിമിതി ഉണ്ടല്ലോ, സമയത്തിന് ഒരു പരിമിതി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ വളരെ എനിക്കൊരു സംതൃപ്തി, ഒരു സംഭവത്തിൽ ഒരു സാർത്ഥകത ഫീൽ ചെയ്യുന്നു. അതിൽ വലിയ സന്തോഷം. വളരെ നന്ദി. സന്തോഷം.